ആത്മാവ് തുറന്നു വെച്ചിരിക്കുകയാണെങ്കിൽ ആത്മാവിൽ തന്നെ ദൈവം എന്ത് ചെയ്യും? സംസാരിക്കും. പലപ്പോഴും ദൈവത്തിൻ്റെ സ്പെഷ്യൽ ദർശനങ്ങളും അല്ലെങ്കിൽ ഇടപെടലുകളും സംസാരവും ശബ്ദവും ഒക്കെ കേൾക്കുന്ന എപ്പോഴാണെന്നറിയാമോ? മിക്കവരുടെ ജീവിതത്തിലും ദൈവവുമായിട്ടുള്ള അവരുടെ റിലേഷൻ കൂടുമ്പോഴല്ല, ഇല്ലാതിരിക്കുമ്പോഴാണ്. പൗലോസിൻ്റെ ജീവിതത്തിൽ ദൈവം അവനോട് സംസാരിച്ചു. എപ്പോഴാണ് സംസാരിച്ചത്? അവൻ്റെ ആത്മാവിൻ്റെ വാതിലുകൾ അവൻ ദൈവത്തിന് നേരെ തുറന്നു വെക്കാതിരുന്ന ഒരു കാലയളവിൽ. അപ്പോഴാണ് ദൈവം എന്ത് ചെയ്യുന്നത്? ശൗലേ നീ എന്നെ ഉപദ്രവിക്കുന്നത് ചോദിച്ചു. സാധു സുന്ദർ സിംഗിൻ്റെ ജീവിതത്തിൽ എപ്പോഴാണ് ദൈവം സംസാരിക്കുന്നത്? എപ്പോഴാണ് ഞാൻ പറഞ്ഞത് സംസാരിക്കുന്നത് ഉദ്ദേശിക്കുന്നത്? ശബ്ദം കൊണ്ട് സംസാരിക്കുന്നത്. ശബ്ദം കൊണ്ട് സംസാരിക്കുന്നത് അവൻ കർത്താവിനെ അറിയുന്നതിന് മുമ്പാണ്. എന്നാൽ പൗലോസോ സാധു സുന്ദർ സിംഗോ അതുപോലുള്ള ആളുകളോ കർത്താവിനെ അറിഞ്ഞു കഴിയുമ്പോൾ പിന്നീട് വല്ലപ്പോഴും കേൾക്കുന്ന ഒരു ശബ്ദമല്ല, നിരന്തരമായിട്ട് അവർ ആത്മാവിൽ ദൈവത്തിൻ്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ ആത്മാവിൽ നമ്മൾ ദൈവത്തിൻ്റെ ശബ്ദം കേട്ടുകൊണ്ടേയിരിക്കണം. ആ ആത്മാവിൻ്റെ ശബ്ദം നമ്മൾ കേട്ടുകൊണ്ടിരിക്കാതിരിക്കുന്ന ഒരു സാഹചര്യത്തിനാണ് ശരിക്കും ദൈവം മറ്റൊരാൾക്ക് വേണ്ടി ഒരാളോട് സംസാരിക്കുന്നത്. നോഹയുടെ കാലയളവ് വരെയും ദൈവം ആരോട് സംസാരിക്കണമെങ്കിലും നേരിട്ട് സംസാരിക്കുകയായിരുന്നു. ശരിയല്ലേ? നോഹയുടെ കാലഘട്ടം മുതലാണ് ദൈവം എന്ത് ചെയ്യുന്നത്? ജനങ്ങൾക്ക്. പിന്നെ നോഹയാണ് പ്രസംഗിക്കുന്നത്, മറ്റേ അങ്ങനെയല്ലല്ലോ. ദൈവം പാപം ചെയ്ത കയ്യിനോട് പോലും ദൈവം എന്ത് ചെയ്തു? സംസാരിച്ചു. ശരിക്കും ഒരു പ്രവാചകൻ ആവശ്യമായി വരുന്നത് ആർക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവ സംസർഗത്തിൽ കഴിയാത്ത ഒരു ജനതയ്ക്കാണ് കൂടുതൽ ആവശ്യമായി വരുന്നത്. മോശ ഒരു പ്രവാചകനാണ്. എന്തുകൊണ്ടാണ്? ഇസ്രായേൽ ജനത പറഞ്ഞു എന്തുവാ? ഞങ്ങളോട് ദൈവം സംസാരിക്കരുതേ, കാര്യം ഞങ്ങൾക്ക് ഇതൊക്കെ സഹിക്കാനുള്ള കപ്പാസിറ്റി ഇല്ല, നീ അങ്ങ് കേട്ടേച്ച് ഞങ്ങളോട് പറഞ്ഞാൽ മതി. അപ്പോൾ അകന്നിരിക്കുമ്പോഴാണ് ശബ്ദം കേൾക്കുന്നത്, മാറി നിൽക്കുമ്പോഴാണ് ദൈവം മറ്റൊരാളിലൂടെ നമ്മളോട് സംസാരിക്കുന്നത്. പക്ഷേ അങ്ങനെ ആകരുത് നമ്മുടെ ജീവിതം. നമ്മുടെ ജീവിതം എന്തായിരിക്കണം? നമ്മുടെ ആത്മാവിൻ്റെ വാതിൽ ദൈവത്തിൻ്റെ ആത്മാവിന് വേണ്ടി നമ്മൾ തുറന്നു വെച്ച് കൊടുക്കുകയാണെങ്കിൽ ആത്മാവിൽ ദൈവം സംസാരിക്കും. അതെപ്പോഴൊക്കെയാണ്? ദൈവദിനം കേൾക്കുമ്പോഴും സംസാരിക്കും, വെറുതെ ഇരിക്കുമ്പോഴും സംസാരിക്കും, അടുക്കള പണിയെടുക്കുമ്പോഴും സംസാരിക്കും. ശബ്ദമൊന്നും കേട്ട് കാണത്തില്ല, പക്ഷേ നിങ്ങളുടെ ആത്മാവിൽ ദൈവം എന്ത് ചെയ്യും? സംസാരിക്കും. അത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. ആ സ്പിരിച്വൽ കമ്മ്യൂണിക്കേഷൻ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. ആത്മാവിലുള്ള ദൈവത്തിൻ്റെ ഇടപെടലുകൾ നിങ്ങൾ പരിശീലിക്കണം. അങ്ങനെ പരിശീലിച്ചു കഴിഞ്ഞാൽ ഓരോ നിമിഷങ്ങളിലും ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കാനും അതനുസരിച്ച് ജീവിക്കാനും നമുക്ക് കഴിയും. അതിനാണ് ഈ ബന്ധം ദൈവം പുനഃസ്ഥാപിച്ചത്. കാര്യം പാപിയായ മനുഷ്യൻ പാപിയായ മനുഷ്യനോട് പോലും ദൈവം ആദ്യം സംസാരിച്ചു. പക്ഷേ അവൻ അകന്നകന്ന് പോയതോടുകൂടെ പിന്നെന്താണ്? അവനൊരു വെറും ജഡം എന്നതുപോലെ ഇടപെട്ട് തുടങ്ങിയപ്പോൾ കർത്താവ് പറഞ്ഞു, ഇനി മനുഷ്യനിൽ എൻ്റെ ആത്മാവ് എപ്പോഴും സമ്പാദിച്ചുകൊണ്ട് ഇരിക്കുകയില്ല. ആ ഒരു സാഹചര്യത്തിൽ സംസാരവും സംസർഗവും എല്ലാം മടക്കിക്കൊണ്ടുവരുവാൻ യേശു കർത്താവ് ഭൂമിയിലേക്ക് വന്ന് നമുക്ക് പകരമായിട്ട് മരിച്ച് അതിക്രമങ്ങളുടെ മോചനം എന്ന വീണ്ടെടുപ്പ് നമുക്ക് നൽകി. നമ്മളെ മുൻനിയമിച്ചു, അതൊക്കെ കാര്യം ശരിയാണ്. പക്ഷേ ആ വീണ്ടെടുപ്പ് നടന്നപ്പോഴാണ് എന്ത് ചെയ്തത്? ശരിക്കും ആ സംസർഗം പുനഃസ്ഥാപിക്കപ്പെടുന്നത്. അതിനുവേണ്ടി അവൻ വലിയ വില കൊടുക്കേണ്ടി വന്നു. നമ്മൾ ഇന്നലെ കണ്ട പ്രധാനപ്പെട്ട കാര്യം അതാണ്. ക്രിസ്തുവിൽ അതിനുവേണ്ടി അവൻ അവിടെയാണ് ശരിക്കും വില കൊടുക്കേണ്ടി വന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതിന് മുമ്പുള്ള കാര്യങ്ങൾക്ക് അപ്പുറത്തായിട്ട് നമ്മൾ ദൈവം എന്ത് ചെയ്യുകയാണ്? വില കൊടുക്കുകയാണ്. വില കൊടുത്തത് അവൻ്റെ വീണ്ടെടുപ്പിൻ്റെ സമയത്താണ്. എൻ്റെ വീണ്ടെടുപ്പിന് വേണ്ടി സ്വന്തം പുത്രനെ അവന് നൽകേണ്ടി വന്നു. അവൻ എന്നെ മുൻ നിയമിച്ചു. നമ്മൾ ഇന്നലെ കണ്ടതാണ്. എല്ലാം ദൈവത്തിൻ്റെ കൃപയാണ്, വേറെ ഒന്നുമില്ല. നമ്മുടെ കാര്യങ്ങളൊന്നുമല്ല, നമ്മൾ കണ്ടെത്തിയതല്ല ഇത്. അവൻ നമ്മളെ മുൻ നിയമിച്ചു. എന്തുകൊണ്ട് മുൻ നിയമിച്ചു? അവൻ മുന്നറിഞ്ഞത് കൊണ്ട് അവൻ നമ്മളെ മുൻ നിയമിച്ചു. അവന് മുഖപക്ഷമില്ല. എന്താണ്? നമ്മളത് അക്സെപ്റ്റ് ചെയ്യുമെന്ന്, നമ്മളത് സ്വീകരിക്കുമെന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് അവൻ എന്ത് ചെയ്തത്? അത് മുൻ നിയമിച്ചത്. മുൻ നിയമിക്കുക മാത്രമല്ല, അവൻ തിരഞ്ഞെടുത്തു. മുൻ നിയമിക്കുമ്പോൾ ശരിക്കും കണ്ടീഷനിലല്ല. മുൻ നിയമനത്തിന് ഒരു കണ്ടീഷനും ഇല്ല. അവൻ മുൻ നിയമിച്ചു. പക്ഷേ തിരഞ്ഞെടുത്തപ്പോൾ കണ്ടീഷണൽ എന്ന് പറയാൻ പറ്റുകയില്ല. പക്ഷെ തിരഞ്ഞെടുത്തപ്പോൾ ദൈവത്തിന് എന്തുണ്ടായിരുന്നു? ഒരു ഉദ്ദേശമുണ്ടായിരുന്നു, ലക്ഷ്യമുണ്ടായിരുന്നു. തിരഞ്ഞെടുക്കുന്നത്, അവിടെ തിരഞ്ഞെടുപ്പ് എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേക ദൗത്യത്തിന് വേണ്ടി തിരഞ്ഞെടുക്കുകയാണ്. ഒരു ദൗത്യത്തിന് വേണ്ടി. ഇപ്പം പോലീസ് സേനയിൽ കമാൻഡോസ് ഒത്തിരി പേര് കാണുമായിരിക്കും. പക്ഷേ ഒരു പ്രത്യേക ദൗത്യം, ഇപ്പം ഇവിടെ എവിടെയെങ്കിലും ഒരു ടെററിസ്റ്റ് അറ്റാക്ക് ഉണ്ടാകാൻ പോകുന്നു എന്ന് ഒരു ഇൻ്റലിജൻസ് റിപ്പോർട്ട് കിട്ടിയെന്ന് വയ്ക്കുക. അപ്പോൾ കമാൻഡോസ് ഒത്തിരി പേര് കാണും. ആ കമാൻഡോസിൽ നിന്ന് 100 പേരുണ്ടെങ്കിൽ അതിന് 10 പേരെ മാത്രമേ. ഇപ്പം 100 കമാൻഡോസിനെ ഒരു പ്രത്യേക സ്ഥലത്തോടൊന്നും പറഞ്ഞു വിടാൻ പറ്റത്തില്ല. എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ 100 പേരും കൂടെ പോയി കഴിയുമ്പം തന്നെ എന്താണ്? 100 പേരും കൂടെ ചെല്ലുമ്പം തന്നെ അത് അവർക്ക് ചെയ്യത്തില്ല. അതുകൊണ്ട് എന്തായിരിക്കും? ഏറ്റവും ഷാർപ്പായിട്ടുള്ള 10 പേരെ
ആയിരിക്കും തിരഞ്ഞെടുക്കുന്നത്. അവർ ഓൾറെഡി മുൻനിയമിക്കപ്പെട്ടവരാണ്. ആ മുൻനിയമിക്കപ്പെട്ടവരെ എന്ത് കാര്യത്തിന് വേണ്ടിയും തിരഞ്ഞെടുക്കുവാൻ ആ സംഘത്തിന് കഴിയും, അല്ലെങ്കിൽ അതിൻ്റെ കമാൻഡർക്ക് കഴിയും. തിരഞ്ഞെടുക്കുമ്പോൾ അവരോട് പറയുന്നു, ദേ നിങ്ങൾ ഇത്രയും പേര് എന്ത് ചെയ്യണം, ഇതാണ് നിങ്ങൾക്കുള്ള ദൗത്യം. അപ്പോൾ ഒരു ദൗത്യത്തിന് വേണ്ടിയാണ് തിരഞ്ഞെടുക്കുന്നത്. അല്ലാതെ എന്നെയാണ് തിരഞ്ഞെടുത്തത് എന്ന് പറഞ്ഞ് കോളറും പൊക്കിയിരിക്കാനല്ല. എന്തിനാണ് ഇവിടെ തിരഞ്ഞെടുത്തതെന്ന് പറഞ്ഞത്? വിശുദ്ധരും നിഷ്കളങ്കരും ആകേണ്ടതിന്. അപ്പോൾ ഈ ദൈവം നമ്മളെ മുൻനിയമിക്കുകയും തിരഞ്ഞെടുക്കുകയും ചെയ്തു. ആ തിരഞ്ഞെടുപ്പിൽ എന്തുകൊണ്ട് ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ആ റെസ്പോൺസിബിലിറ്റി എന്താണ്? വിശുദ്ധിയും നിഷ്കളങ്കതയും. ഞാൻ പറഞ്ഞല്ലോ, ചർച്ചസിൽ നമ്മൾ പഠിപ്പിക്കേണ്ട കാര്യം ഇതാണ്. എന്തിനു വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ടെന്നുള്ളത് പോലും നമുക്കിപ്പോൾ വാസ്തവത്തിൽ അറിയില്ല. എന്തിനു വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ടു? പലരുടെയും ചിന്ത, എന്നെ തിരഞ്ഞെടുത്തത് എൻ്റെ രോഗം മാറ്റാനാണ്, എന്നെ തിരഞ്ഞെടുത്തത് എന്നെ കാശുകാരനാക്കാനാണ്. അല്ല, നിങ്ങളെ തിരഞ്ഞെടുത്ത് എന്തിനു വേണ്ടിയാണ്? വിശുദ്ധരും നിഷ്കളങ്കരും ആകുവാൻ വേണ്ടി. അതിന് അടിസ്ഥാനപരമായി വീണ്ടെടുപ്പ് ആവശ്യമായിരുന്നു. കാര്യം വീണ്ടെടുക്കപ്പെടാത്തവനെ ഇത് ഏൽപ്പിക്കാൻ പറ്റും. വീണ്ടെടുക്കപ്പെടാത്ത ഒരാൾക്കും എന്ത് ചെയ്യാൻ പറ്റില്ല? വിശുദ്ധരും നിഷ്കളങ്കരും ആകുവാൻ കഴിയില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വേറൊരു ലോകമാണ്. വീണ്ടെടുക്കപ്പെടുന്നതിന് മുമ്പുണ്ടായിരുന്ന ലോകം നമ്മൾ എഫെസ്യർ അങ്ങനെ 2-ാമത്തെ അധ്യായത്തിൽ കണ്ടാണ്. അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചിരുന്നവരായ ആളുകൾ, അവരെ ഉയിർപ്പിച്ചതിന് ശേഷം മാത്രമേ സ്വർഗ്ഗസ്ഥലങ്ങളിൽ എഴുതാൻ പറ്റുള്ളൂ. ഉയിർപ്പിക്കാതെ മരിച്ചിരിക്കുന്നവനെ കൊണ്ടുപോയി സ്വർഗ്ഗത്തിൽ എഴുതാൻ പറ്റുമോ? നിങ്ങൾ മനസ്സിലാക്കണം. അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചിരുന്നവരായ നമ്മയും അവൻ ക്രിസ്തുവിൽ എന്ത് ചെയ്തു? ഉയിർപ്പിച്ചു. ഇപ്പം എന്ത് ചെയ്തിരിക്കുകയാണ്? സ്വർഗ്ഗസ്ഥലങ്ങളിൽ ഇരുത്തുകയും ചെയ്തിരിക്കുന്നു. ഉയിർപ്പിക്കാതെ, ജീവൻ തരാതെ ചത്ത് കിടക്കുന്നവനെ സ്വർഗ്ഗസ്ഥലങ്ങളിൽ കൊണ്ടുപോയി ഇരുത്താൻ പറ്റുമോ? ഇല്ല. അവിടെയാണ് എന്താവശ്യമായിരിക്കുന്നത്? വീണ്ടെടുപ്പ് അനിവാര്യമായിരിക്കുന്നത്. വീണ്ടെടുക്കപ്പെടാതെ പറ്റത്തില്ല. അതുകൊണ്ട് വീണ്ടെടുത്തു. വലിയ വില കൊടുത്ത് അവൻ വീണ്ടെടുത്തു. അവൻ വീണ്ടെടുത്ത സ്വർഗ്ഗസ്ഥലങ്ങളിൽ വേലക്കാരായിട്ടല്ല കൊണ്ടുപോയിരിക്കുന്നത്, ദത്തെടുത്ത് പുത്രന്മാരായിട്ടാണ് കൊണ്ടുപോകുന്നത്. അങ്ങനെ ദത്തെടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് വി ആർ ദ ചിൽഡ്രൻ ഓഫ് ഗോഡ്. നമ്മളിപ്പോൾ ദൈവത്തിൻ്റെ മക്കളാണ്. മക്കളായതുകൊണ്ട് നമുക്ക് അതിൻ്റെതായ ഫ്രീഡമുണ്ട്. ഇവിടെ നമുക്ക് ഫ്രീഡമുണ്ട്. ഇവിടെ നമ്മൾ ബന്ധനസ്ഥരല്ല. പിശാചിൻ്റെ കീഴിലായിരുന്നപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പാപത്തിന് അധീനരായിരുന്നു, അടിമകളായിരുന്നു. ഇവിടെ നമ്മൾ അടിമകളല്ല. പക്ഷേ നമ്മൾ എന്ത് ചെയ്യാണ്? ഒരു വീട്ടിൽ ജോലിക്കാരൻ പണിയെടുക്കും, മക്കളും പണിയെടുക്കും. പക്ഷെ ജോലിക്കാരൻ പണിയെടുക്കുന്നത് നിർബന്ധം കൊണ്ടാണ്. മക്കൾ പണിയെടുക്കുന്നത് അപ്പനോടുള്ള സ്നേഹം കൊണ്ടോ അമ്മയോടുള്ള സ്നേഹം കൊണ്ടോ ആണ്. ഇല്ലേ? ഇവിടെ അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളും. നമ്മളാരും പേടിച്ചല്ല ഇവിടെ ജീവിക്കുന്നത്. ചിലരങ്ങ് പേടിച്ചാണ് ജീവിക്കുന്നത്. അല്ല, നമുക്ക് ദൈവം നൽകിയിരിക്കുന്നത് വീണ്ടും ദാസ്യത്വത്തിൻ്റെ ഭീരുത്വത്തിന് വേണ്ടി, അല്ലെങ്കിൽ വീണ്ടും ഭയപ്പെടേണ്ടത് ദാസ്യത്വത്തിൻ്റെ ആത്മാവിനെ അല്ല. പ്രത്യേകത എന്താണ്? നാം അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ്റെ ആത്മാവിനെയാണ് നമുക്ക് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് എന്തുണ്ട്? നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്. എന്നാൽ സ്വാതന്ത്ര്യം ഉള്ളപ്പോൾ തന്നെ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ആ റെസ്പോൺസിബിലിറ്റി നിർവഹിക്കാനുള്ള അതോറിറ്റി ഉണ്ട്. സ്വാതന്ത്ര്യമുണ്ട്, റെസ്പോൺസിബിലിറ്റി ഉണ്ട്. റെസ്പോൺസിബിലിറ്റി മാത്രമല്ല, അത് നിർവഹിക്കാനുള്ള അതോറിറ്റിയും കൂടെ നമുക്ക് തന്നിട്ടുണ്ട്. അതോറിറ്റി ഇല്ലാതെ റെസ്പോൺസിബിലിറ്റി ഫുൾഫിൽ ചെയ്യാൻ പറ്റത്തില്ല. അതോറിറ്റി ഇല്ലാതെ റെസ്പോൺസിബിലിറ്റി, അതായത് അധികാരമില്ലാതെ എന്ത് ചെയ്യാൻ പറ്റില്ല? നമുക്ക് നമ്മുടെ ഉത്തരവാദിത്തങ്ങളെ നിർവഹിക്കുവാൻ കഴിയുകയില്ല. കർത്താവിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവൻ നമ്മളെ ഒരു കാര്യം ഭരമേൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് ചെയ്യാനുള്ള അതോറിറ്റിയും അവൻ നമുക്ക് തന്നിട്ടുണ്ട്. അത് ചെയ്യാനാണ് അതോറിറ്റി. അല്ലാതെ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ കോളർ പൊക്കി പിടിച്ചുകൊണ്ടിരിക്കാനല്ല. എന്തിനു വേണ്ടിയാണ്? എന്നെ എന്ത് ദൗത്യം ഭരമേൽപ്പിച്ചിരിക്കുന്നോ ആ ദൗത്യം നിർവഹിക്കുവാൻ ഉള്ള അതോറിറ്റി എനിക്കുണ്ട്. അത് തന്നെയല്ല, അത് ഒരു അഷ്വറൻസ് ആണ്. എൻ്റെ ഇൻഹെറിറ്റൻസിൻ്റെ അഷ്വറൻസ് ആണ്. നമ്മൾ കണ്ടല്ലോ, നമ്മൾ അവൻ്റെ അവകാശവും പ്രാപിച്ചു. സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹങ്ങളും നമുക്ക് നൽകി. ആത്മീക അനുഗ്രഹങ്ങൾ മാത്രമല്ല, ഏറ്റവും ഒടുവിലായിട്ട് അവൻ എന്തുകൂടെ തന്നു? ക്രിസ്തുവിനെ കൂടെ നമുക്ക് നൽകി എന്ന് നമുക്ക് മനസ്സിലാക്കണം. ഇതെല്ലാം എന്തിനാണ് ആത്യന്തികമായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ അവനോട് ഒന്നായിത്തീരേണ്ടതിനാണ്. ക്രിസ്തുവിൽ ഒന്നായിത്തീരേണ്ടതിന്. യൂണിയൻ വിത്ത് ക്രൈസ്റ്റ് ഉണ്ടാകണമെങ്കിൽ ഒന്നാമത് യൂണിറ്റി വിത്ത് ക്രൈസ്റ്റ് ഉണ്ടാകണം. യേശു ക്രിസ്തുവിനോട് ചേർന്ന് നമ്മൾ ഒന്നാകണമെങ്കിൽ ഒന്നാകുന്നതിന് മുമ്പ് ഏകത ഉണ്ടാകണം. ആമോസിൻ്റെ പ്രവചനം
3-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ദൈവം അവിടെ ഇസ്രായേൽ മക്കളോട് പറയുന്നൊരു കാര്യമുണ്ട്. ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ്. അവിടെ പറയുന്ന കാര്യം, നിങ്ങൾ ഭൂമിയിലെ സകല വംശങ്ങളിലും വെച്ച് ഞാൻ നിങ്ങളെ മാത്രം തിരഞ്ഞെടുത്തിരിക്കുന്നു. എന്നിട്ട് പറയുകയാണ്, നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നത് കൊണ്ട് നിങ്ങളുടെ അകൃത്യങ്ങളൊക്കെയും ഞാൻ നിങ്ങളിൽ സന്ദർശിക്കും. എന്നിട്ട് പറയാണ്, 2 പേർ തമ്മിൽ ഒത്തിട്ടല്ലാതെ ഒരുമിച്ച് നടക്കുന്നത് എങ്ങനെ? 2 പേർ തമ്മിൽ ഒത്താൽ മാത്രമേ, അല്ലെങ്കിൽ അവർ തമ്മിൽ ഒരു റിലേഷൻ അല്ലെങ്കിൽ ഒരു കവനന്റ് സൂക്ഷിച്ചെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഒരുമിച്ച് നടക്കാൻ പറ്റുള്ളൂ. എന്നതുപോലെ യേശുക്രിസ്തുവുമായിട്ട് നമുക്കൊരു യൂണിയൻ ഉണ്ടാകണമെങ്കിൽ യേശുക്രിസ്തുവിനോട് യോജിക്കുന്ന നിലയിൽ ജീവിച്ചാൽ മാത്രമേ നമുക്കത് പറ്റുള്ളൂ. അവൻ വിശുദ്ധൻ. അതുകൊണ്ടാണ് നമ്മളെ അവൻ വിളിച്ചപ്പോൾ എന്താണ്? അവൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ നമ്മളും വിശുദ്ധരാകണം. നാം അവൻ്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരും ആകേണ്ടതിനാണ് അവൻ നമ്മളെ തിരഞ്ഞെടുത്തത്. അതിനാണ് അവൻ സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹങ്ങളും നമുക്ക് നൽകിയിരിക്കുന്നത്. അപ്പം അവൻ നമുക്ക് സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹങ്ങളും 1-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പോൾ അവിടെ പറയുന്ന ഒരു കാര്യം അതാണ്. സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹത്താലും നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ദൈവവും പിതാവുമായവൻ വാഴ്ത്തപ്പെട്ടവൻ. സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹങ്ങളും നമ്മുടെ മേൽ അവൻ ചൊരിഞ്ഞിരിക്കുന്ന എന്തിനാണെന്നറിയാമോ? നമ്മുടെ മേലുള്ള റെസ്പോൺസിബിലിറ്റി പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയാണ്. എന്ത് റെസ്പോൺസിബിലിറ്റി? അവൻ്റെ സന്നിധിയിൽ നമ്മൾ വിശുദ്ധരും നിഷ്കളങ്കരുമായി നിൽക്കേണ്ടതിന്. അതിനുവേണ്ടി സ്വർഗീയമായ സകല അനുഗ്രഹങ്ങളും അവൻ നമുക്ക് നൽകിയിരിക്കുന്നു എന്നുള്ളതാണ്. അല്ലെങ്കിൽ അവൻ്റെ ഇടപെടലുകളിൽ മുഴുവൻ തിളങ്ങി നിൽക്കുന്നത് ഓൾ ദ തിങ്സ് ദാറ്റ് ഹി വാസ് ഡൂയിങ് എന്തിനു വേണ്ടിയാണ്? ആ വിശുദ്ധി. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് വളരെ കോറായിട്ടുള്ള കാതലായ കാര്യമാണ് ദൈവത്തിൻ്റെ വിശുദ്ധി എന്ന് പറയുന്നത്. ആ വിശുദ്ധി നമ്മൾ പ്രാപിക്കുവാൻ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം, ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം വാസ്തവത്തിൽ സ്വർഗത്തിൽ നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങളാണ്. ഇതൊന്നും നമ്മൾ നേടിയെടുത്തതല്ല. 4-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പോഴത്തേക്ക് അവൻ നമ്മളെ തെരഞ്ഞെടുത്തു, ഇല്ലേ? അവിടെ പറഞ്ഞിരിക്കുകയാണ്, നാം അവൻ്റെ പിതാവിൻ്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരും ആകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മളെ അവനിൽ തെരഞ്ഞെടുത്തു. 5-ാമത്തെ വാക്യം വായിക്കുമ്പോൾ നമ്മളെ അവൻ ദത്തെടുത്തു എന്നാണ് കാണുന്നത്. അവൻ നൽകിയ ദത്തെടുപ്പ്, തിരഞ്ഞെടുപ്പാനും തിരുഹൃദയത്തിൻ്റെ പ്രസാദപ്രകാരം നമ്മളെ ക്രിസ്തുമാത്രം നമ്മളെ ദത്തെടുക്കേണ്ടതിന്. അടുത്ത വാക്യത്തിൽ 6-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പോൾ അവൻ്റെ മുൻനിയമനത്തെക്കുറിച്ചാണ് പറയുന്നത്. 7-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നത് അവനിൽ നമുക്ക് അവൻ്റെ രക്തത്താൽ അതിക്രമങ്ങളുടെ മോചനം എന്ന വീണ്ടെടുപ്പ് ഉണ്ട്. അപ്പോൾ വീണ്ടെടുത്തു. ഇനി 8-9 വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇത്രയും കാര്യങ്ങൾ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അത് തിരഞ്ഞെടുപ്പ്, ദത്തെടുപ്പ് എന്നൊക്കെ പറയുന്നത് അത് അത്ര ഇല്ലാതെ ഒന്നും പറ്റത്തില്ല. അടിസ്ഥാനപരമായി ചില കാര്യങ്ങളുണ്ട്. എന്നാൽ അതിനോട് അഡീഷൻസ് ആയിട്ട് നമുക്ക് ദൈവം തന്നിട്ടുള്ള പ്രിവിലേജസ് ഒത്തിരിയാണ്. അതിൻ്റെ 8-9 വാക്യങ്ങളിൽ നമ്മൾ കാണുന്നു, അത് അവൻ നമുക്ക് താൻ ധാരാളമായി കാണിച്ച കൃപാദാന പ്രകാരം സകല ജ്ഞാനവും വിവേകവുമായി നൽകിയിരിക്കുന്നു. അവനിൽ താൻ മുൻനിർണയിച്ച തൻ്റെ പ്രസാദത്തിന് തക്കവണ്ണം തൻ്റെ ഹിതത്തിൻ്റെ മർമ്മം അവൻ നമ്മളോട് അറിയിച്ചു. അതായത് 2 രീതിയിൽ ദൈവത്തിന് വേണമെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ ചെയ്യാം. ലോകത്തിൽ കാര്യങ്ങൾ ചെയ്യുന്ന ആളുകൾ 2 രീതിയിൽ കാര്യങ്ങൾ ചെയ്യും. ഒന്ന്, ചില പാർട്ടികളുണ്ട്, അവരൊരിക്കലും അവർ ജോലിക്കാരെ കൊണ്ടൊക്കെ പണിയെടുപ്പിക്കുന്നവരൊക്കെയാണ്, അല്ല, നമ്മളൊക്കെ പല കാര്യങ്ങളിൽ ഒരു ബിസിനസ് സ്ഥാപനത്തിലാണെങ്കിലും മറ്റുള്ള സ്ഥലങ്ങളിലാണെങ്കിലും കൺസ്ട്രക്ഷനിലാണെങ്കിലും അതല്ലെങ്കിൽ ഒരു മെക്കാനിക്കൽ സൈഡിലാണെങ്കിലും ഇതെല്ലാം ഡിസൈൻ ചെയ്യുന്നതായ ഒരാളുണ്ട്. ഇതിനു വേണ്ടി പണിയെടുക്കുന്നതായ അല്ലെങ്കിൽ അത് എക്സിക്യൂട്ട് ചെയ്യുന്നതായ ആളുകളുണ്ട്. ഈ ചില ആളുകളുടെ പ്രത്യേകത എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓരോരുത്തരോടും അവൻ ചെയ്യേണ്ട പണി എന്താണ് അത് മാത്രമേ പറയത്തുള്ളൂ. അവൻ അറിയത്തേയില്ല ഇങ്ങേരുടെ മനസ്സിൽ എന്തായിരിക്കും എന്നുള്ളത് ഒരു പിടിയുമില്ല. അങ്ങനെ എത്ര പേരുണ്ട് അല്ലേ? ഒരു കൺസ്ട്രക്ഷൻ ഫീൽഡിലാണെങ്കിലും ഒരു ഒരു ഏരിയ എന്തെങ്കിലും അയാൾക്കറിയില്ല ഇതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എന്താണ് നടക്കുന്നതെന്നുള്ളത് അറിയില്ല. മാസ്റ്റർ പ്ലാൻ ഒരു ഡിസൈനറുടെ കയ്യിലായിരിക്കും. അയാൾ മറ്റുള്ളവരെ കൊണ്ട് ഓരോരോ കാര്യങ്ങൾ മാത്രം ചെയ്യിക്കുന്നു. ദാറ്റ്സ് ഓൾ. അങ്ങനെ ചെയ്യുന്നവരുണ്ട്. എന്നാൽ മറ്റു ചില ആളുകളുണ്ട്, അവരെങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരെയും വിളിച്ചിരുത്തിയിട്ട്, കുഞ്ഞുങ്ങളെ, നമ്മളിവിടെ ഒരു ടൗൺഷിപ്പ് പണിയാൻ പോകുകയാണ്, ഇവിടെ ആയിരിക്കും ഇതിൻ്റെ നീന്തൽക്കുളം, ഇവിടെ ആയിരിക്കും ഇത്, എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുന്നു. കംപ്ലീറ്റ് ആയിട്ട് പറഞ്ഞു കൊടുക്കുന്നു. നമ്മുടെ മനസ്സിലിരിക്കുന്ന കാര്യങ്ങൾ മുഴുവൻ പറഞ്ഞു കൊടുക്കുന്നു. ആ മാസ്റ്റർ പ്ലാൻ എല്ലാവർക്കുമായിട്ട് അവൻ എന്ത് ചെയ്യുന്നു? വിവരിച്ചു കൊടുക്കുന്നു. പിന്നെ ഒരു കാര്യമുണ്ട്, വിവരിച്ചു കൊടുത്താലും എല്ലാവർക്കും ഒന്നും ഇത് മനസ്സിലാകണമെന്ന് നിർബന്ധമില്ല. അത് ഞാൻ സമ്മതിച്ചു.
പക്ഷേ ദൈവത്തിൻ്റെ പ്രത്യേകത, ദൈവം ഓരോരോ ജോലിക്കാരെ അവനെ കൊണ്ട് പണിയെടുപ്പിക്കുന്നത് പോലെ എന്താ ചെയ്യുന്നതെന്ന് അറിയാൻ വയ്യാതെ അവൻ പണിയെടുക്കാനല്ല ദൈവം പ്ലാൻ ചെയ്തിരിക്കുന്നത്. അവൻ്റെ മാസ്റ്റർ പ്ലാൻ അവൻ എന്ത് ചെയ്തിരിക്കുന്നു? അവൻ നമുക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുന്നു. ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം അതാണ്. ആ മാസ്റ്റർ പ്ലാൻ നമുക്കറിയാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവൻ നമുക്ക് താൻ ധാരാളമായി കാണിച്ച കൃപാദാനം പ്രകാരം, അതായത് ഇതൊന്നും അറിയിച്ചില്ലെങ്കിലും നമുക്ക് അവനോട് ചോദ്യമൊന്നും ചോദിക്കാനൊന്നും പറ്റില്ല. ഇതെന്താ ഞങ്ങളൊന്നും അറിയാൻ വയ്യാതെ, ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയത്തില്ല, നീ എന്താ ഇതൊന്നും ഞങ്ങൾക്ക് വെളിപ്പെടുത്തി, നമുക്കൊന്നും ചോദിക്കാൻ പറ്റില്ല. പക്ഷെ അവൻ്റെ കൃപാദാന പ്രകാരം സകല ജ്ഞാനവും വിവേകവുമായി അവൻ നമുക്ക് നൽകിയിരിക്കുന്നു. അവനിൽ താൻ മുൻനിർണയിച്ച തൻ്റെ പ്രസാദത്തിന് തക്കവണ്ണം തൻ്റെ ഹിതത്തിൻ്റെ മർമ്മം അവൻ നമ്മളെ അറിയിച്ചു. ദൈവത്തിൻ്റെ ഒരു പ്രത്യേകത, കർത്താവിൻ്റെ ഒരു പ്രത്യേകത, കർത്താവ് അവൻ്റെ ഹൃദയം നമ്മുടെ മുമ്പിൽ തുറന്നു തരാൻ തയ്യാറാകുന്നു. അപ്പോൾ റിലേഷൻ ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ പിന്നീട് അവൻ നമ്മളെ ഒരു ദാസന്മാർക്കപ്പുറത്ത് കണക്കാക്കുന്നു. അതവൻ്റെ കൃപയാണ്. നമുക്ക് ദാസന്മാർ പോലും ആകാനുള്ള യോഗ്യത ഇല്ലാത്തവരാണ്. അത് എപ്പോഴും നമ്മൾ ഓർത്തുകൊണ്ടിരിക്കണം. അകത്ത് കയറിയാലും ഓർത്തോണം ഇതിനൊന്നുമുള്ള യോഗ്യത നമുക്ക് ഇല്ലെന്ന്. അത് നമ്മൾ ഓർത്തോണം.